നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. ഇന്ന് എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിരിക്കുന്ന ത്രൂ ദ എലമെൻ്ററി കനാൽ. അതിൻ്റെ 3ാമത്തെ വീഡിയോ ആണത്, ഫുഡ് ഇൻ ഹ്യൂമൻസ്. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ 2ാമത്തെ സെക്ഷനാണിത്. ഓക്കെ, നോക്കാം. ദ എനർജി റിക്വയർഡ് ഫോർ ലൈഫ് ആക്ടിവിറ്റീസ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഫുഡ്. അതായത് നമുക്ക് ഓരോ പ്രവർത്തനം നടക്കുന്നുണ്ട്, ഓരോ പ്രവൃത്തികൾ നമ്മൾ ചെയ്തില്ല. ആ പ്രവൃത്തിക്കൊക്കെ വേണ്ട എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ ഫുഡിലൂടെ. അതൊക്കെ നിങ്ങൾ കേൾക്കാത്തല്ലോ, അറിയാവുന്ന കാര്യമല്ല അല്ലേ? എന്തൊക്കെയാണ് ഫുഡ് എങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്, ആ ഫുഡ് ഏതിലൂടെയാണ് പോകുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഫുഡ് ഇൻ ഹ്യൂമനിലൂടെ ഇതിലൂടെ ഈ ടോപ്പിക്കിൽ 2nd സെക്ഷനിലൂടെ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ 2ാമത്തെ സെക്ഷനിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, observe the changes in your own while having food and write down your observation. നോക്കാം ഫുഡ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒബ്സർവ് ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ എന്താണ്? മൗത്ത് അല്ലേ? മൗത്തിലൂടെ പോകുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഫുഡ് ഏതിലൂടെയാണ് പോവുക? മൗത്തിലേക്കാണ് അല്ലേ? വായിലൂടെ എടുക്കുക. ആ മൗത്തിന് എന്തൊക്കെ ഭാഗങ്ങളുണ്ട്? ലിപ്പ്. എല്ലാവർക്കും ലിപ്പില്ലേ? പിന്നെ മൗത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ടങ്ക് ഉണ്ട്. പിന്നെ അത് ചവച്ചരയ്ക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ടീത്ത് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഉണ്ട് അല്ലേ? ഇതൊക്കെ നമ്മുടെ മൗത്തിൻ്റെ ഭാഗങ്ങളിൽ പെടുന്ന ഭാഗങ്ങളിലാണ്. ഓക്കെ, ക്ലിയർ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഭാഗങ്ങളുമാണ്. നോക്കാം. ഡൈജഷൻസ് ഓഫ് ഫുഡ് സ്റ്റാർട്ട്സ് ഫ്രം മൗത്ത്. ഏതിലൂടെയാണ്? മൗത്തിലൂടെയാണ് ഡൈജഷൻ. അതായത് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ദഹനം എന്ന് പറയാം. നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത് മുതൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിലൂടെയാണ്? മൗത്തിലൂടെ. ദ ഡൈജസ്റ്റീവ് എൻസൈംസ് ഇൻ ദ സലൈവ എനേബിൾ ദിസ് പ്രോസസ്. നമ്മൾ എന്ത് ചെയ്യുന്നു? സലൈവ എന്ന് പറഞ്ഞാൽ ഉമിനീര് എന്ന് പറയാം. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതൊക്കെ നിങ്ങൾ ആ രീതിയിൽ പറഞ്ഞു കേട്ടാൽ, നിങ്ങൾ ഭക്ഷണം വായിലേക്ക് ഇടുന്നത് മൗത്തിലൂടെ ഈ ഭക്ഷണം വായിലെത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ചവച്ചരയ്ക്കും അല്ലേ? പല്ല് കൊണ്ട് നന്നാക്കി ചവച്ചരയ്ക്കുന്നതിന് കൂടാതെ അതിലെന്തുണ്ട്? നമ്മുടെ വായിലെ ഉമിനീരുണ്ടാവും, സലൈവയും കൂടി മിക്സ് ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? ടങ്ക് എന്ത് ചെയ്യും? ഈ ഫുഡിനെയും സലൈവയെയും മിക്സ് ചെയ്യുന്നു. ഓക്കെ, വായിലെത്തിയിരിക്കുന്ന ഫുഡിനെ എന്ത് ചെയ്യുന്നു? ടീത്ത് ഉപയോഗിച്ചിട്ട് ചവച്ചരയ്ക്കുന്നതോടൊപ്പം ടങ്ക് ഉപയോഗിച്ച് നാവ് കൊണ്ട് ആ ഫുഡിനെ സലൈവയായിട്ട് മിക്സ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ലിപ്പിൻ്റെ പർപ്പസ് എന്താ? ലിപ്പ് നമ്മുടെ ഫുഡിനെയൊക്കെ കംപ്ലീറ്റ് പുറത്തേക്കൊന്നും പോകാതിരിക്കാൻ കംപ്ലീറ്റ് വായ്ക്കുള്ളിൽ തന്നെ പരമാവധി നിർത്താനും, പിന്നെ നമുക്കൊരു ബ്യൂട്ടി അല്ലേ? പല്ല് മാത്രം ഇങ്ങനെ നിന്നാൽ എന്ത് ചെയ്യും? നമുക്ക് കാണാനൊരു രസം ഉണ്ടാവുമല്ലോ. അതിനൊക്കെ കൂടിയാണ് ലിപ്പ് വെച്ചിരിക്കുന്നത് അല്ലേ? ഇനി എന്തൊക്കെയാ? ടൂത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാണ്, ടീത്ത് എന്ന് പറഞ്ഞാൽ ഇതായി. ടൂത്ത് ഈസ് ദ ഹാർഡ്നെസ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി. ടൂത്താണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ, അതായത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും ഹാർഡായിട്ടുള്ള ഭാഗം, ഹാർഡായിട്ടുള്ള ഇത്രയും കട്ടിയായിട്ടുള്ള ഭാഗം. ഓക്കെ, നൈദർ, അതായത് നമ്മൾ വിചാരിക്കും എല്ല് ഇത്രയാണ്, അതൊന്നല്ല, നമ്മുടെ പല്ലാണ് എത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഭാഗം. നെവർത്ത്ലെസ് it easily prone to damage if not give proper care. ഇതിൽ ഈ പല്ലിനൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള കെയർ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളൊന്നും പല്ലിൽ നിങ്ങൾ പല്ലൊന്നും തേക്കുന്നില്ല, പല്ല് തേക്കാതിരിക്കുക. അതുപോലെ ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? വായ കഴുകാതിരിക്കുക. രാവിലെ വൈകിട്ട് പല്ല് തേക്കാതിരിക്കുക. രാവിലെയും രാത്രിയും പല്ല് തേക്കാതിരിക്കുക, പ്രത്യേകിച്ച് രാത്രി അങ്ങനെ തേക്കാതിരിക്കുകയൊക്കെ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് മിഠായി ഇതുപോലുള്ള ഇതൊക്കെ കഴിക്കുമ്പോൾ പിന്നെ തീരും പല്ല് തേക്കാതെ വെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഈ ചിത്രത്തിൽ കുട്ടിയുടെ കുട്ടിയുടെ പല്ല് പോലെ എന്തായിട്ട് മാറും? ഡീക്കേ ആകും. അപ്പോൾ എന്താണ് ടൂത്ത് ഡീക്കേ എന്ന് പറയുന്നത്?
ടൂത്ത് ഡീക്കേ. നമ്മുടെ പല്ലിനെ കോട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്ന പേരാണ് ഇനാമൽ. ഇനാമൽ ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ടീത്ത്. നമ്മുടെ പല്ലിന് മുകളിൽ കിടക്കുന്ന ആ വെള്ള കളറായിട്ട് നിൽക്കുന്ന ഒരു കോട്ടിങ് ഇല്ലേ, ആ കോട്ടിങ്ങിനെ പറയുന്ന പേരാണ് ഇനാമൽ. ഈ ഇനാമലാണ് ശരീരത്തിൽ തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഇൻ ദ ബോഡി. ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഇൻ ദ ബോഡി എന്ന് വെച്ചാൽ ഇനാമലാണ്. ഏറ്റവും കട്ടി കൂടിയ മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചാൽ ഇനാമലാണ്. ഈ ഇനാമൽ ഏതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്? പല്ലിൻ്റെ. അപ്പം ഏറ്റവും കട്ടിയുള്ള പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ, ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ടീത്ത്, അത് മീൻസ് ടൂത്ത്. ഓക്കെ, അതിൽ തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇൻ ഹ്യൂമൻ ബോഡി എന്ന് ചോദിച്ചാൽ എനാമൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് എനാമൽസിനെ കുറിച്ചിട്ട്. ഹാർഡസ്റ്റ് മെറ്റീരിയൽ എന്ന് ചോദിച്ചാൽ ഇനാമൽ, ഹാർഡസ്റ്റ് പാർട്ട് എന്ന് ചോദിച്ചാൽ ടൂത്ത്. ഓക്കെ, അത് ഓർമ്മിക്കണം. ഇറ്റ് ഈസ് ഈസിലി ടു ഡീക്കേ ഇനാമൽ. അത് പല്ലിൽ ഭക്ഷണമൊക്കെ എങ്ങനെ ആയി കിടത്തിട്ടുണ്ടെങ്കിൽ പല്ല് എന്ത് ചെയ്യും? അതിന് മുകളിൽ അസിഡിക് കണ്ടൻറ്റ് പോലുള്ള വസ്തുക്കൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ഇനാമൽ പെട്ടെന്ന് ഡീക്കേ ആവും. അതിന് ഫലമായിട്ട് പല്ലിന് പുളിപ്പ്, പെട്ടെന്ന് കേടുവരിക, ഇതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ആസിഡിക് കണ്ടൻറ്റ് ആയി കഴിഞ്ഞാൽ അതാണ്. ക്ലിയർ? സോ വി ഷുഡ് ക്ലീൻ അവർ മൗത്ത് ആഫ്റ്റർ ഫുഡ്. ഷുഡിൻ ബി. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വായ കഴുകണം, ഇല്ലെങ്കിൽ പല്ല് കേടുവരും അല്ലേ? നിങ്ങളെല്ലാവരും ചെയ്യുന്നില്ലേ? ഇനി വേറെ ആളതാ, ഐ ക്ലീൻ മൈ ടീത്ത് വെരി കെയർഫുള്ളി. നന്നായിട്ട് പല്ല് കഴുകി വെക്കാറുണ്ട് ഞാൻ നന്നായിട്ട്. അറ്റ് നൈറ്റ് ആൻഡ് റിമൂവ് ഓൾ ഫുഡ് റിമെയിൻസ് ഫ്രം മൈ ടീത്ത്. രാത്രി, പ്രത്യേകിച്ച് രാത്രി എന്ത് ചെയ്യും? പല്ല് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? പല്ല് വൃത്തിയാക്കണം. ഓക്കെ, മൈ ടീത്ത്. സോ ഐ ഡോണ്ട് കെയർ മച്ച് അബൌട്ട് ഇൻ ദ മോർണിംഗ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല്ല് രാവിലെ തേക്കുന്നതിന് അത്ര വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നില്ലെങ്കിലും രാത്രി നന്നാക്കി പല്ല് തേക്കുന്നത് കൊണ്ട്, അപ്പോൾ അതായത് രാത്രി നന്നായിട്ട് പല്ല് തേക്കുക. ഓക്കെ, ഐ ക്ലീൻ മൈ ടീത്ത് കെയർഫുള്ളി എവറി മോർണിംഗ്. ഐ ഡോണ്ട് കെയർ മച്ച് അബൌട്ട് ഇറ്റ് അറ്റ് നൈറ്റ്. ഈ കുട്ടി എന്താണ്? ആദ്യത്തെ കുട്ടി എന്ത് ചെയ്യുന്നു? പല്ല് രാത്രി നന്നായിട്ട് തേക്കും, മോർണിംഗിൽ എന്ത് ചെയ്യും? കുറച്ചൊക്കെ പല്ല് തേക്കും. ഓക്കെ, അപ്പം രണ്ടാമത്തെ കുട്ടി എന്താണ്? രാത്രി പല്ല് തേക്കില്ല, പക്ഷേ പകൽ പല്ല് തേക്കും. പക്ഷേ ഇതിൽ ഏറ്റവും നല്ല ബെറ്റർ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ രാത്രി നിർബന്ധമായിട്ടും പല്ല് തേക്കുക. പകൽ സമയത്ത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, രാവിലെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ മിൽക്കി ടീത്ത് എന്നുള്ള രീതി, ഒരു പാലിൻ്റെ ഭാഗങ്ങളും ഏതൊക്കെ വിധത്തിൽ പല്ലുകളാണുള്ളതെന്നൊക്കെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.